ഹലോ ഗൈസ്, അപ്പോൾ ഓണം സ്കിൻ ബ്രൈറ്റനിങ് സീരീസിലെ 5ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എന്തുമാത്രം റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണെന്നുള്ള കാര്യം. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള പാക്കാണ്, അതുകൊണ്ട് തന്നെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സാന്ദ്ര7. അപ്പോൾ നമ്മൾ കുറേ ദിവസമായില്ലേ വീഡിയോസൊക്കെ ചെയ്തിട്ട്, കുറച്ച് ദിവസമായി നിങ്ങളെ കണ്ടിട്ട്. അപ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് പറയാതെ തന്നെ അറിയാമെന്നുള്ളതാണ്. എൻ്റെ ഫോണൊക്കെ കംപ്ലയിൻ്റ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ എനിക്ക് റെഗുലറായിട്ട് വീഡിയോസും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് ഫോണൊക്കെ വാങ്ങിയിട്ട് വേണം നല്ല വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. എപ്പോൾ സാധിക്കും എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. എന്തായാലും ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ 7 ഡേ സീരീസിലെ 5ാമത്തെ വീഡിയോ ആണ്. ഇതിന് മുന്നേയുള്ള വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ 1, 2, 3 എല്ലാ വീഡിയോസിൻ്റെയും ഇങ്ങനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ Day 1, Day 2, Day 3 ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പാക്കാണ്. വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. വളരെ ഹോംലി ആയിട്ടുള്ള, നമുക്ക് വീട്ടിൽ തന്നെ യൂസ് ചെയ്യുന്ന 2 സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ പാക്ക് ചെയ്യുന്നത്. പക്ഷെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള പാക്കായിരിക്കും. ഇപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അതിന് മുന്നേ എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് സാന്ദ്ര, ഞാനൊരു ബ്യൂട്ടി വ്ളോഗറാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇതുപോലെ ഈ വീഡിയോസ് ഇഷ്ടമുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എടുക്കുന്ന ഒരു പൊട്ടാറ്റോയുടെ പകുതിയാണ് എടുക്കുന്നത്. ഉരുളക്കിഴങ്ങിൻ്റെ പകുതി. അത് തൊലി നന്നായിട്ട് മാറ്റിയിട്ടില്ല, കുറച്ചും കൂടെ ഉണ്ടാവും. അത് മാറ്റാൻ വേണ്ടിയിട്ട് അത് നമ്മൾ നന്നായിട്ട് വെള്ളത്തിലിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആ വെള്ളം വറ്റി അതിൻ്റെ വെള്ളം കളയരുത്. ആ വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്, അത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമാണ്. അതിലിപ്പോൾ ആ പൊട്ടാറ്റോ മാത്രം എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് അതിനെ പേസ്റ്റാക്കി മാറ്റുന്നുണ്ട്. ആ വെള്ളത്തിൽ ഒരുപാട് കണ്ടൻസ് ഉണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത് അത് വെള്ളത്തിനെടുത്ത് കളയരുതെന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെടുത്ത് മാറ്റരുത്. നിങ്ങൾക്ക് അല്ലാതെ വേണോ കുക്കറിലിട്ടൊക്കെ കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതിനെ നമ്മൾ നന്നായിട്ട് മാഷ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല പേസ്റ്റാക്കി എടുക്കണം. ഒരു തരി പോലും കട്ടി ഉണ്ടാവാൻ പാടില്ല. അത്രയ്ക്ക് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കണം. എങ്കിൽ മാത്രമേ ഫേസിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുഖത്ത് പിടിക്കാൻ അതായത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് പറയുന്നത് നല്ല രീതിയിൽ തന്നെ പേസ്റ്റാക്കി എടുക്കാൻ ശ്രമിക്കുക. ഉരുളക്കിഴങ്ങെന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ്ങിന് ഒരുപാടധികം ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണ്. നല്ല രീതിയിൽ തന്നെ സ്കിൻ ബ്രൈറ്റനിങ് സഹായിക്കുന്നു. ഇതിലുള്ള സ്റ്റാർച്ചാണ് സ്കിൻ ബ്രൈറ്റനിങ്ങിന് ഏറ്റവും കൂടുതൽ നന്നായിട്ട് സഹായിക്കുന്നത്. ഇനി നമ്മൾ ചേർക്കുന്ന സാൻഡൽവുഡ് പൗഡർ, അതായത് നമ്മുടെ ചന്ദനത്തിൻ്റെ പൊടിയാണ്. ഒറിജിനൽ ചന്ദനത്തിൻ്റെ പൊടി നിങ്ങൾക്ക് കിട്ടും, വാങ്ങിക്കാൻ പാക്കറ്റിലായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. സൂപ്പർ മാർക്കറ്റിലൊക്കെ ഒരുപാടധികം കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ഒറിജിനൽ ചന്ദനത്തിൻ്റെ കട്ടയായിട്ട് കിട്ടും. അത് ഇതിനേക്കാളും നല്ലതാണ് നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ്ങിന്. ഇത് പാക്കറ്റിൽ കിട്ടുന്നതാണ്. ഇതിനേക്കാളും നല്ലതാണ് ആ കട്ടയായിട്ടിരിക്കുന്നത്. അത് നമുക്ക് കല്ലിലിട്ട് ഉരച്ചിട്ട് ഇതും നിങ്ങൾക്ക് ഇതിലൂടെ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് രണ്ടും കൂടെയാണ് നമ്മുടെ പാക്ക്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഈ 2 സാധനം വെച്ചിട്ടാണ് നമ്മൾ ഈ പാക്ക് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നമ്മുടെ സ്കിന്നെ നല്ല സ്മൂത്ത് ആക്കുന്നതിനും അതേപോലെ തന്നെ പിമ്പിൾസിൻ്റെ മാർക്കൊക്കെ ഉണ്ടെങ്കിൽ റെഡ്യൂസ് ചെയ്യുന്നതിന് സഹായിക്കുന്നത്. പിമ്പിൾസിൻ്റെ മാർക്ക് റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ മാത്രമേ നമുക്ക് ആ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതിന് മുന്നേയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇതിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ Day 1, Day 2, Day 3, Day 4 വരെയുള്ള വീഡിയോസ് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് പൊട്ടാറ്റോ മാഷ് ചെയ്ത സമയത്ത് കുറച്ച് തരിതരിയായിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എല്ലാ സ്കിൻ ടൈപ്പുകാർക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്കിൻ ബ്രൈറ്റനിങ്ങിനെ ഹെൽപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോസ് കംപ്ലീറ്റ് ആയിട്ട് കാണുക. അതായത് ഈ വീഡിയോസ് മാത്രമല്ല, ഇതിന് മുന്നേയുള്ള വീഡിയോസും കണ്ട് അതും ട്രൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു രീതിയിലുള്ള റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് മുന്നേ ഉള്ള വീഡിയോസും കണ്ട് നിങ്ങളത് ട്രൈ ചെയ്യേണ്ടതാണ്. ആഴ്ചയിൽ 3 ദിവസമൊക്കെ നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കയ്യിലും കാലിലും ഒക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ടാൻ റിമൂവലിനും ഒരു പരിധി വരെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഒരുപാട് ടാനൊക്കെ ഉണ്ടെങ്കിൽ ഈ വെള്ളത്തിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തൈരും കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. എനിക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എന്തുമാത്രം റിസൾട്ട് ഉണ്ട്. ഞാൻ ഇപ്പോൾ വാഷ് ചെയ്ത് നല്ല രീതിയിൽ വാഷ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇതിൽ ഒരുപാട് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല, കാരണം ഒരുപാടധികം ഉള്ള പ്രൊഡക്റ്റ് ഒന്നും നമ്മളിതിൽ യൂസ് ചെയ്തിട്ടില്ല. വളരെ നാച്ചുറലായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള 2 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അത് നമ്മുടെ സ്കിന്നെ നല്ല രീതിയിൽ തന്നെ സ്മൂത്ത് ആക്കി വെക്കാൻ സഹായിക്കുന്നുണ്ട്. ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ സ്കിന്ന് നല്ല സ്മൂത്ത് ആയിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടതിന് ശേഷം മാത്രമേ ഇത് യൂസ് ചെയ്യുള്ളൂ. ഇതിലുപരി എന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ടൊരു പാക്കാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. 2 ഇൻഗ്രീഡിയൻസ് മാത്രമുള്ള പാക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ മുന്നേയുള്ള വീഡിയോസ് കാണണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ മതി. ഞാൻ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഒരുപാട് പേർക്ക് കമൻറ്റ് സെക്ഷനിൽ ഇടുന്ന കമൻറ്റുകളൊക്കെ റിപ്ലൈ ആയിട്ട് ഞാൻ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. അത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ആവശ്യമാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെയും ബൈ.